എൻ്റെ ടോപ്പിക്ക് അൾട്രാ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ഓഫ് വാക്യൂൾ ആണ്. അപ്പോൾ ആദ്യം വാക്യൂളിനെ കുറിച്ചുള്ളൊരു ഇൻട്രൊഡക്ഷൻ ആണ് പറയുന്നത്. Vacuoles are membrane bound cell organelles present in the cytoplasm and filled with a watery fluid containing various substances. Vacuoles എന്ന് പറയുന്നത് മെംബ്രെയിൻ ബോണ്ടഡ് ആയിട്ടുള്ള സെൽ ഓർഗനൽസ് ആണ് and that is present in the cytoplasm of the cell and this vacuole is filled with a watery fluid. The term vacuole means empty space. They help in the storage and disposal of various substances. It is present in plant, fungi, animals and in some protists, etc. അപ്പോൾ വാക്യൂൾ എന്ന് പറയുന്ന ടേമിൻ്റെ മീനിങ് എംറ്റി സ്പേസ് എന്നാണ്. ഈ വാക്യൂൾസ് വേരിയസ് സബ്സ്റ്റൻസസിൻ്റെ സ്റ്റോറേജിനും അതുപോലെ തന്നെ ഡിസ്പോസലിനും ഹെൽപ്പ് ചെയ്യുന്നു. പ്ലാന്റിൻ്റെയും അനിമലിൻ്റെയും ഫംഗീൻ്റെയൊക്കെ സെല്ലിൽ വാക്യൂൾസ് പ്രസൻ്റ് ആണ്. The vacuoles in plant cells are larger than those in animal cells. പ്ലാന്റ് സെൽസിലെ വാക്യൂൾസ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി അനിമൽ സെല്ലിൽ കാണുന്ന വാക്യൂളിനെക്കാട്ടിലും ലാർജർ ഇൻ സൈസ് ആയിരിക്കും. ഇൻ പ്ലാന്റ് വാക്യൂൾസ് ഒക്കുപ്പൈ മോർ ദാൻ 80% ഓഫ് ദ ടോട്ടൽ വോളിയം ഓഫ് ദ സെൽ. ഒരു പ്ലാന്റിൻ്റെ സെല്ലിലുള്ള വാക്യൂള് നോക്കിക്കഴിഞ്ഞാൽ ആ സെല്ലിൻ്റെ ടോട്ടൽ വോളിയത്തിൻ്റെ 80%ഉം വാക്യൂളായിരിക്കും ഒക്കുപ്പൈ ചെയ്യുന്നത്. Vacuoles in animal cell tend to be much smaller and are commonly used to temporarily store materials or to transport substances. Animal cellular vacuolesൻ്റെ സൈസ് കമ്പാരിറ്റീവ്ലി സ്മോളർ ഇൻ സൈസ് ആയിരിക്കും and they are commonly used in the storage of materials and also for the transport of substances. It is single membrane bond organelle. It is the storage unit of cell and it provides structural support to the cell. അപ്പോൾ വാക്യൂൾ എന്ന് പറയുന്നത് സിംഗിൾ മെംബ്രെയിൻ ബോണ്ടഡ് ആയിട്ടുള്ള ഓർഗനൽ ആയിരിക്കും. അതുപോലെ തന്നെ സെല്ലിൻ്റെ സ്റ്റോറേജ് യൂണിറ്റ് ആണ് വാക്യൂൾസ്. ഇവർ സെല്ലിന് അതിൻ്റെ സ്ട്രക്ചറൽ ആയിട്ടുള്ള സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇത്രയും പറഞ്ഞത് വാക്യൂളിൻ്റെ ഇൻട്രൊഡക്ഷൻ ആണ്. ഇനി അടുത്ത് പറയാൻ പോകുന്നത് structure of vacuoles ആണ്. They generally have no basic shape or size. Its structure varies according to the requirement of the cell. അപ്പോൾ വാക്യൂളിന് ബേസിക്കായിട്ട് ജനറലി അവർക്ക് ഒരു ഷേപ്പോ സൈസോ ഒന്നുമില്ല. അവരുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു സെല്ലിൻ്റെ റിക്വയർമെൻറ്റിനനുസരിച്ച് വേരി ചെയ്ത് വരും. A vacuole is surrounded by a membrane called tonoplast or vacuolar membrane and the fluid that fills a plant vacuole is called cell sap. അപ്പോൾ ഒരു വാക്യൂളിന് സറൗണ്ട് ചെയ്ത് ഒരു തിൻ മെമ്പറൈൻ ഉണ്ട്. ആ മെമ്പറൈനിന് ടോണോപ്ലാസ്റ്റ് അല്ലെങ്കിൽ വാക്യുലാർ മെമ്പറൈൻ എന്ന് പറയും. അതുപോലെ തന്നെ വാക്യൂളിന് ഫില്ല് ചെയ്തുകൊണ്ട് ഒരു ഫ്ലൂയിഡ് ഉണ്ട്. ആ ഫ്ലൂയിഡിന് സെൽ സാപ്പ് എന്നും പറയും. ഇനി ഈ വാക്യൂളിനെ സറൗണ്ട് ചെയ്ത് വരുന്ന ഈ മെമ്പറൈനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ദ ടോണോപ്ലാസ്റ്റ് ഈസ് ദ സൈറ്റോപ്ലാസ്മിക് മെമ്പറൈൻ സറൗണ്ടിങ് എ വാക്യൂൾ സെപ്പറേറ്റിംഗ് ദ വാക്യുലാർ കണ്ടൻസ് ഫ്രം ദ സെൽ സൈറ്റോപ്ലാസം. ഇപ്പോൾ ടോണോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് ഒരു സൈറ്റോപ്ലാസ്മിക് മെമ്പറൈനാണ്. വാക്യൂളിനെ സറൗണ്ട് ചെയ്ത് കാണും. ഇവർ സെൽ സൈറ്റോപ്ലാസത്തിൽ നിന്നും വാക്യുലാർ കണ്ടൻസിനെ സെപ്പറേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ആസ് എ മെമ്പറൈൻ ഇറ്റ് ഈസ് മെയിൻലി ഇൻവോൾവ് ഇൻ റെഗുലേറ്റിംഗ് ദ മൂവ്മെൻറ്റ്സ് ഓഫ് അയോൺ അറൗണ്ട് ദ സെൽ. സെല്ലിന് അറൗണ്ട് ആയിട്ട് അയോൺസിൻ്റെ മൂവ്മെൻറ്റിനെ റെഗുലേറ്റ് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ ഐസൊലേറ്റിംഗ് മെറ്റീരിയൽസ് ദാറ്റ് മൈറ്റ് ബി ഹാർംഫുൾ ഓർ എ ത്രെറ്റ് ടു ദ സെൽ. ഒരു സെല്ലിന് ഹാർംഫുൾ അല്ലെങ്കിൽ ത്രെറ്റൻഡ് ആയിട്ടുള്ള വേരിയസ് സബ്സ്റ്റൻസസിനെ ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ മെമ്പറൈന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഒരു വാക്യൂളിൻ്റെ സ്ട്രക്ചർ. അടുത്ത് ദ മെമ്പറൈൻസ് ആർ കമ്പോസ്ഡ് ഓഫ് ഫോസ്ഫോലിപ്പിഡ്സ് ആൻഡ് ആർ എംബഡഡ് വിത്ത് പ്രോട്ടീൻസ് ദാറ്റ് ഹെൽപ്പ് ഇൻ ട്രാൻസ്പോർട്ടിംഗ് മോളിക്യൂൾസ് അക്രോസ് ദ മെമ്പറൈൻ. അപ്പോൾ ഈ വാക്യൂൾസിൻ്റെ മെമ്പറൈൻ എന്ന് പറയുന്നത് ഫോസ്ഫോലിപ്പിഡ്സ് കൊണ്ട് കമ്പോസ്ഡ് ആണ്. അതുപോലെ തന്നെ വേരിയസ് പ്രോട്ടീൻസ് കൊണ്ട് ഇവർ എംബഡഡുമാണ്. ആൻഡ് ഈ പ്രോട്ടീൻസ് മെമ്പറൈനിൽ കാണുന്ന ഈ പ്രോട്ടീൻസ് എന്ന് പറയുന്നത് മെമ്പറൈൻ അക്രോസ് ആയിട്ട് വേരിയസ് മോളിക്യൂൾസ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
Different combinations of these proteins help the vacuole to hold different materials. അതുപോലെ തന്നെ ഈ മെറ്റീരിയൽസിൻ്റെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് വാക്യൂൾസിന് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ഹോൾഡ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത് വാക്യൂളിന് ഫില്ല് ചെയ്ത് കാണുന്ന ഒരു വാട്ടറി ഫ്ലൂയിഡ് ആയിട്ടുള്ള സെൽ സാപ്പിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. The cell sap is a concentrated solution of mineral salts, sugars, organic acids, proteins, pigments, O2, CO2, wastes and the secondary products of metabolism. Cell sap എന്ന് പറയുന്നത് ഈ വേരിയസ് സബ്സ്റ്റൻസ്, അതായത് മിനറൽ സോൾസ്, ഷുഗേഴ്സ്, ഓർഗാനിക് ആസിഡിൻ്റെയൊക്കെ ഒരു കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സൊല്യൂഷനാണ്. അതുപോലെ തന്നെ ഇതിൽ സെവറൽ ടൈപ്സ് ഓഫ് എൻസൈംസും കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇനി അടുത്ത് പറയാൻ പോകുന്നത് ഫങ്ഷൻസ് ഓഫ് വാക്യൂൾസ് ആണ്. Plant vacuoles play an important role in cell metabolism. They serve as the storage pools of several substances and also function as plant lysosome. അപ്പോൾ പ്ലാന്റ് വാക്യൂൾസ് എന്ന് പറയുന്നതിന് സെൽ മെറ്റബോളിസത്തിൽ ഒരു ഇമ്പോർട്ടൻ്റ് റോളുണ്ട്. അതുപോലെ തന്നെ ഇവർ സെവറൽ സബ്സ്റ്റൻസസിൻ്റെ സ്റ്റോറേജ് പൂളായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. They are also involved in membrane transport, intercellular digestion, detoxification, turgor, etc. ഇനി അടുത്ത് വാക്യൂളിൻ്റെ ഫങ്ഷനിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഫിനോമിനനായിട്ടുള്ള ടർഗർ പ്രഷറിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പം ടോണോപ്ലാസ്റ്റ് ഈസ് എ പാർഷ്യലി പെർമിയബിൾ മെംബ്രെയിൻ. ഇറ്റ് അലോസ് ദ ഓസ്മോട്ടിക് എക്സ്ചേഞ്ച് ഓഫ് വാട്ടർ ബിറ്റ്വീൻ സൈറ്റോപ്ലാസം ആൻഡ് വാക്യൂൾ സാപ്പ്. വാക്യൂളിനെ സറൗണ്ട് ചെയ്ത് കാണുന്ന തിൻ മെംബ്രെയിൻ ആണല്ലോ ടോണോപ്ലാസ്റ്റ്. ഈ ടോണോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് പാർഷ്യലി പെർമിയബിൾ ആയിട്ടുള്ള ഒരു മെംബ്രെയിനാണ്. അതുകൊണ്ട് തന്നെ ഇത് സൈറ്റോപ്ലാസത്തിൻ്റെയും വാക്യുലാർ സാപ്പിൻ്റെയും ബിറ്റ്വീനായിട്ട് വാട്ടറിൻ്റെ ഓസ്മോട്ടിക് എക്സ്ചേഞ്ചിന് അലോ ചെയ്യുന്നു. The osmotic entry of water into the cytoplasm from outside and also to the cell sap from the cytoplasm build up a pressure within the cell. It is called turgor pressure. അപ്പോൾ ഈ ഔട്ട്സൈഡിൽ നിന്നും സൈറ്റോപ്ലാസത്തിലോട്ട് വാട്ടറിൻ്റെ ഓസ്മോട്ടിക് എൻട്രി നടക്കുന്ന കാരണവും അതുപോലെ തന്നെ സൈറ്റോപ്ലാസത്തിൽ നിന്നും സെൽ സാപ്പിലോട്ട് വാട്ടറിൻ്റെ ഓസ്മോട്ടിക് എൻട്രി നടക്കുന്നത് കാരണവും സെല്ലിൻ്റെ ഇൻസൈഡായിട്ട് ഒരു പ്രഷർ ക്രിയേറ്റഡ് ആവും. ആ പ്രഷറിനെയാണ് ടർഗർ പ്രഷർ എന്ന് പറയുന്നത്. ഇറ്റ് പുഷസ് ദ പ്രോട്ടോപ്ലാസ്റ്റ് അഗെയിൻസ്റ്റ് ദ സെൽ വാൾ. ഈ ടർഗർ പ്രഷർ പ്രോട്ടോപ്ലാസ്റ്റിനെ സെൽ വാളിന് അഗെയിൻസ്റ്റ് ആയിട്ട് പുഷ് ചെയ്യും. In return, the cell wall will exert an equal and opposite counter pressure called wall pressure. അപ്പോൾ പ്രോട്ടോപ്ലാസ്റ്റിനെ സെൽ വാളിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ട് പുഷ് ചെയ്യുന്നത് കാരണം സെൽ വാള് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കൗണ്ടർ പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നു. ആൻഡ് അതിനെ വാൾ പ്രഷർ എന്ന് പറയും. ദ ബാലൻസ്ഡ് ഇൻട്രാക്ഷൻ ഓഫ് ദീസ് ടു ഫോഴ്സസ് മെയിൻറ്റെയിൻസ് ദ ഫോം ആൻഡ് മെക്കാനിക്കൽ സ്ട്രെങ്ത് ഓഫ് സക്കലൻറ്റ് പ്ലാന്റ് പാർട്സ് സച്ച് എസ് ലീവ്സ്, ഫ്ലവേഴ്സ്, യങ് സ്റ്റെംസ് എക്സെട്ര. അങ്ങനെ ഈ രണ്ട് ഫോഴ്സസിൻ്റെയും ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ കാരണം പ്ലാന്റിൻ്റെ സക്കലൻറ്റ് പാർട്സ് ആയിട്ടുള്ള ലീവ്സ്, ഫ്ലവേഴ്സ്, യങ് സ്റ്റെംസിനൊക്കെ അതിൻ്റേതായിട്ടുള്ള മെക്കാനിക്കൽ സ്ട്രെങ്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഓസ്മോട്ടിക് അപ്ടേക്ക് ഓഫ് വാട്ടർ ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ഇൻ സെൽ എക്സ്പാൻഷൻ ഡ്യൂറിങ് ഗ്രോത്ത് ആൻഡ് ഓൾസോ ഇൻ ദ നോർമൽ വാട്ടർ റിലേഷൻ ഓഫ് പ്ലാന്റ്. ഇങ്ങനെ വാട്ടറിൻ്റെ ഓസ്മോട്ടിക് ആയിട്ടുള്ള അപ്ടേക്ക് നടക്കുന്നത് കാരണം ഗ്രോത്ത് ഫേസിൻ്റെ സമയത്ത് സെൽ എക്സ്പാൻഡ് ചെയ്യാനും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത് പ്ലാന്റ് വാക്യൂൾസ് ഓഫൺ കണ്ടെയ്ൻ ഹൈഡ്രോളിക് എൻസൈംസ്. സോ ദേ ബ്രിങ് അബൌട്ട് ഇൻ്റർസെല്ലുലാർ ഡൈജഷൻ ആൻഡ് ദസ് സെർവ് ആസ് ലൈസോസോംസ് ഡ്യൂറിങ് ലൈഫ്. പ്ലാന്റിൻ്റെ വാക്യൂൾസിൽ സെവറൽ ഹൈഡ്രോലിറ്റിക് എൻസൈംസ് ഉണ്ട്. ആ എൻസൈംസ് ഇൻ്റർസെല്ലുലാർ ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെ ലൈസോസോമായിട്ട് പ്ലാന്റിൻ്റെ വാക്യൂള് ആക്ട് ചെയ്യും. After cell death, tonoplast loses its partial permeability so that the enzyme escape out causing autolysis. അപ്പോൾ സെല്ല് ഡെത്ത് ആവുന്നതിന് ശേഷം ഈ ടോണോപ്ലാസ്റ്റിന് അതിൻ്റെ പാർഷ്യൽ പെർമിയബിലിറ്റി നഷ്ടപ്പെടും. അങ്ങനെ എൻസൈംസ് സെല്ലിൽ നിന്ന് എസ്കേപ്പ് ആവുന്നത് കാരണം ഓട്ടോലൈസിസിന് കാരണമാകും.
ഇനി അടുത്തൊരു ഫംഗ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ വാക്യൂൾസ് ഓഫൻ കണ്ടെയ്ൻ സം പിഗ്മെൻറ്റ്സ് ഇൻ സൊല്യൂഷൻ കോൾഡ് ആന്തോസയൻസ്. വാക്യൂൾസിൽ തന്നെ സൊല്യൂഷനിൽ സം പിഗ്മെൻറ്റ്സ് ഉണ്ട്, അതിനെ ആന്തോസയൻസ് എന്ന് പറയും. ആൻഡ് ദേ ഇൻക്ലൂഡ് ആന്തോസയാനിൻസ് ആൻഡ് അതർ റിലേറ്റഡ് കോമ്പൗണ്ട്. These pigments are largely responsible for color in flowers, fruits, buds, leaves, etc. ആൻഡ് ഈ പിഗ്മെൻറ്റ്സ് ആണ്, ഈ ആന്തോസയാൻസ് എന്ന് പറയുന്ന പിഗ്മെൻറ്റ്സ് ആണ് ലാർജ്ലി ഫ്ലവേഴ്സിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും ബഡ്സിൻ്റെയും ലീവ്സിൻ്റെയൊക്കെ കളറിന് റെസ്പോൺസിബിൾ ആയിട്ട് വരുന്നത്. അടുത്ത് vacuole contain accumulations of tannins, wastes and secondary metabolic products. These are astringent to taste and so offer some protection from consumption by herbivores. വാക്യൂൾസിൽ ടാനിൻസിൻ്റെയും വേസ്റ്റിൻ്റെ അതുപോലെ തന്നെ സെക്കൻഡറി പ്രോഡക്ട്സിൻ്റെയൊക്കെ അക്യുമുലേഷൻസ് കാണും. ഇതെല്ലാം ആസ്ട്രിജൻ ടേസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഹെർബിയോറസിൻ്റെ കൺസെപ്ഷനിൽ നിന്നും പ്ലാന്റ് പാർട്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. Tannins are quite common in the vacuoles. Vacuoles most commonly store food reserves in a dissolved form. അപ്പോൾ വാക്യൂൾസ് ഫുഡിന് സ്റ്റോർ ചെയ്യുന്നുണ്ട്, ആൻഡ് ആ ഫുഡിന് ഡിസോൾഡ് ഫോമിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അതിൽ എക്സാമ്പിൾ മിനറൽ സോൾട്സ്, സുഗ്രോസ്, ഇനുലിനൊക്കെ വരുന്നുണ്ട്. These are utilized by the cytoplasm as and when required. ഈ വാക്യൂൾസ് ഡിസോൾഡ് ഫോമിൽ സ്റ്റോർ ചെയ്യുന്ന ഈ ഫുഡ് വാക്യൂൾസ് സൈറ്റോപ്ലാസത്തിന് ആവശ്യമുള്ള സമയത്ത് യൂട്ടിലൈസ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് വാക്യൂളിനെ കുറിച്ചും അതിൻ്റെ സ്ട്രക്ചറിനെയും ഫങ്ഷനെയും കുറിച്ചും. താങ്ക് യു.